ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ മാ ബഅദ്. ബഹുമാന്യരായ ഉലമാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ആഴ്ചയിലെ വിഷയത്തിൻ്റെ അനുബന്ധമായിട്ടാണ് ഉളുഹിയത്തിനെ സംബന്ധിച്ച് ഈ ആഴ്ച സംസാരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ടും ഉളുഹിയത്തിൻ്റെ മഹത്വവും അതിൻ്റെ പോരിഷകളും അതിനാൽ കിട്ടാൻ പോകുന്ന ഗുണങ്ങളും ആളുകളെ ബോധ്യപ്പെടുത്തി ഉളുഹിയത്തിലേക്ക് പ്രേരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. വേണമെങ്കിൽ അവസാനം ഉളുഹിയ മൃഗങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അയ്ബുകളും ഒഴിവാക്കേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ച് അതിൻ്റെ കർമ്മശാസ്ത്രവും അല്പം വിശദീകരിക്കാം. വിഷയത്തിലേക്ക് കടക്കാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവും ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ തന്നെയും തൻ്റെ സർവത്തെയും സമർപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. സൃഷ്ടാവും ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ തന്നെയും തനിക്ക് ലഭിച്ചിട്ടുള്ള സർവത്തിനെയും സമർപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ സന്തോഷം, അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ നമ്മുടെ കൈവശമുള്ള ഏതും ത്യജിക്കേണ്ടി വന്നാൽ ത്യജിക്കുവാനും അതിനെ പരിപൂർണമായി അടിയറ വയ്ക്കേണ്ടി വന്നാൽ അടിയറ വയ്ക്കാനും നാം ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട്? കാരണം അള്ളാഹു നമ്മുടെ ഖാലിഖാണ്, മാലിക്കാണ്, റാസിഖാണ് എന്നതാണ് കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല, നമുക്ക് ഇപ്പോൾ നിലവിൽ റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നവനും അള്ളാഹുവാണ്. പണ്ടൊരിക്കൽ നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല, ഓരോ നിമിഷവും നാം ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കാവശ്യമായ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സൗകര്യങ്ങൾ, ജീവിക്കാനുള്ള ശ്വാസം എടുക്കുവാനും നിശ്വസിക്കുവാനുമുള്ള തൗഫീഖ്, ഈ ലോകത്ത് നിലനിൽക്കുവാൻ ആവശ്യമായ സർവ്വ ഗുണങ്ങളും നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നമ്മുടെ ഖാലിഖാണ്. അള്ളാഹു നമ്മുടെ ഖാലിഖായതുകൊണ്ട് തന്നെ നമ്മുടെ മാലിക്കും അള്ളാഹുവാണ്, ഉടമസ്ഥനും അള്ളാഹുവാണ്. ആ ഖാലിഖും മാലിക്കുമായ അള്ളാഹുവാണ് നമുക്കാവശ്യമുള്ള ചെറുതും വലുതുമായ മുഴുവൻ സൗകര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നവൻ. ഫമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏതെല്ലാം അനുഗ്രഹങ്ങൾ, ഫമാബിക്കും മിൻ നിഅമത്തിൻ, ഏതെല്ലാം അനുഗ്രഹങ്ങൾ, ഏതെല്ലാം വഴിയിൽ നിന്ന്, ഏതെല്ലാം രീതിയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ടോ അത് മുഴുവനും ഫമിനല്ലാഹി, അള്ളാഹുവാണ് നമുക്ക് തരുന്നവൻ. ആ നിലയ്ക്ക് ഖാലിഖും മാലിക്കുമായ അള്ളാഹുവാണ് നമ്മെ തീറ്റിപ്പോറ്റുന്നവൻ, നമ്മെ സംരക്ഷിക്കുന്നവൻ. ഏറ്റവും ചുരുങ്ങിയത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ആയുസ്സും ആരോഗ്യവും നമുക്ക് തരുന്നവൻ അള്ളാഹുവാണ്. എന്നാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖാലിഖും മാലിക്കുമായ അള്ളാഹുവിൻ്റെ അടിമകളാകുന്നു മനുഷ്യൻ. മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ അബ്ദാകുന്നു, അള്ളാഹുവിൻ്റെ അടിമയാകുന്നു. അള്ളാഹു ആരാണ്? അള്ളാഹു മാലിക്കാണ്, ഖാലിഖാണ്. നാം മഖ്ലൂഖാണ്, നാം അടിമകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മുഴുവനും അള്ളാഹു തന്നതാണ്. അള്ളാഹു തരാത്തതൊന്നും നമ്മുടെ കൈവശമില്ല. അള്ളാഹു തീരുമാനിക്കാത്തതൊന്നും നമുക്ക് ആർജിക്കാൻ സാധിക്കില്ല. നമുക്ക് ലഭിച്ചതും ലഭിക്കാനുള്ളതും മുഴുവനും അള്ളാഹു തന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അള്ളാഹു തരണമെന്നാവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അള്ളാഹു അതെനിക്ക് വേണമെന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ടും അള്ളാഹുവേ ഇതാ നിനക്ക് പൊരുത്തത്തോടുകൂടി ഞാൻ തന്നിരിക്കുന്നു എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് മനുഷ്യൻ. എന്തുകൊണ്ട്? മനുഷ്യൻ അടിമയാണ്, അള്ളാഹു ഉടമയാണ്. മനുഷ്യൻ മഖ്ലൂഖാണ്, അള്ളാഹു ഖാലിഖാണ്. മനുഷ്യൻ മർസൂഖാണ്, അള്ളാഹു റാസിഖാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചതും നമുക്കിനി ലഭിക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാൻ നാം ബാധ്യസ്ഥരാകുന്നു. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 79-ാമത്തെ ആയത്തിൽ അള്ളാഹു ഒരു ആശയം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ് ഈ പരിശുദ്ധമായ പ്രഖ്യാപനം. അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രഖ്യാപനം. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്നി വജ്ജഹ്തു വജ്ഹിയ, എൻ്റെ മുഖത്തെ ഞാനിതാ നേരിടിച്ചിരിക്കുന്നു, അഥവാ എൻ്റെ ശരീരത്തെ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹിയ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്തെ ഞാനിതാ തിരിച്ചിരിക്കുന്നു നിന്നിലേക്ക്. നീ പറയുന്നത് പോലെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനായിതാ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു.
നീ എന്താണോ എന്നോട് കൽപ്പിക്കുന്നത് അത് കേൾക്കാൻ അനുസരണയുള്ള അടിമയായി ബാധ്യതയുള്ളവനായി ഞാനിതാ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ, എൻ്റെ മുഖത്തെ അഥവാ എൻ്റെ ശരീരത്തെ ഞാനിതാ നേരിടിച്ചിരിക്കുന്നു അഥവാ സമർപ്പിച്ചിരിക്കുന്നു. ലില്ലദീ ഫത്തറസ്സമാവാതി വല്ലർദ്, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച അള്ളാഹു, ഈ കണ്ട വിശാലമായ ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ മഹാശക്തനായ അള്ളാഹു, അവനാണ് എന്നെയും സൃഷ്ടിച്ചത്. ഈ ഭൂമിയെ സൃഷ്ടിച്ച ശക്തനായ അള്ളാഹുവാണ് എന്നെയും സൃഷ്ടിച്ചത്. അത്ര വലിയ ശക്തനായ ആ റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ ശരീരത്തെ ഞാനിതാ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു, അഥവാ അവൻ എന്തു പറഞ്ഞാലും കേൾക്കാൻ തക്കവണ്ണം എന്നെ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. ഒമാ അനമിനൽ മുശ്രിക്കീൻ, അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവത്തെ അനുസരണയോടുകൂടി ഞാൻ കാണുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല. അള്ളാഹുവിനെ പോലെ അനുസരിക്കേണ്ടവനായി ഞാൻ മറ്റൊന്നിനെയും കാണുന്നില്ല. അള്ളാഹുവിനെ എങ്ങനെ വഴിപ്പെടണമോ അതേപോലെ വഴിപ്പെടേണ്ടവനായി മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ഉൾക്കൊള്ളുന്നില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിനെ മാത്രമാണ് അള്ളാഹു എന്ന നിലയ്ക്ക് പരിപൂർണമായും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹനീഫൻ, എല്ലാത്തിനെയും വിട്ടുകൊണ്ട്, എല്ലാ ആശയങ്ങളെയും വിട്ടുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മാത്രം ഇതാ തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ സൃഷ്ടാവായ റബ്ബിൻ്റെ മുമ്പിൽ പരിപൂർണമായും എന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ പറയുന്ന വജ്ജഹത്തുവിൻ്റെ അർത്ഥം. വജ്ജഹത്തു വജ്ഹിയല്ലദീ ഫത്തറസ്സമാവാതി വല്ലർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതം മുഴുവനും ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇതാ തന്നിരിക്കുകയാണ്. എൻ്റെ മരണം പോലും പടച്ചവനെ നിനക്കാവുന്നു. ഈ നിലയ്ക്ക് റബ്ബിൻ്റെ മുമ്പിൽ പരിപൂർണമായും സമർപ്പിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മുടെ ഉടമസ്ഥനാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണ്. നമുക്കുള്ളതെല്ലാം തന്നവൻ അള്ളാഹുവാണ്, ഇത് തരാനിരിക്കുന്നവനും അള്ളാഹുവാണ്. നമ്മുടെ നിഅമത്തുകളുടെ മുഴുവൻ ഉടമസ്ഥൻ അള്ളാഹുവാണ്. നമുക്കതിൽ ഉടമസ്ഥാവകാശമില്ല. അള്ളാഹു തന്നതുകൊണ്ട് മാത്രം കിട്ടിയവരാണ്. അള്ളാഹു എപ്പോൾ പിൻവലിച്ചാലും അത് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ പരിപൂർണമായും സമർപ്പിക്കാൻ ബാധ്യസ്ഥനാണ് മനുഷ്യൻ. ചരിത്രം പരിശോധിക്കുമ്പോൾ, അവിടെ നിന്ന് രണ്ടാമത്തെ ഹെഡിങ്ങിലേക്ക് കിടക്കാം. ചരിത്രം പരിശോധിക്കുമ്പോൾ ദൈവിക സമർപ്പണത്തിൻ്റെ ഇതിഹാസമായ ചരിത്രം പരിചയപ്പെടുത്തുന്ന മഹാനായ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ പരിപൂർണമായ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ഇതിഹാസ പുരുഷനാണ് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എങ്ങനെ? ഈ ദൈവിക സമർപ്പണത്തിൻ്റെ ഇതിഹാസ പുരുഷനാണ്. അള്ളാഹു തആലയുടെ മുമ്പിൽ തന്നെ സർവ്വതും സമർപ്പിക്കുക എന്നുള്ളതിൻ്റെ 100% അതിൻ്റെ പ്രതീകമായി ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രവാചകരാണ് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ചരിത്രം നോക്ക്. അദ്ദേഹത്തോട് ഭാര്യയെയും മകനെയും മക്കത്ത് കൊണ്ടുവിടാൻ അള്ളാഹു തആല ആവശ്യപ്പെട്ടു. അള്ളാഹു തആലയുടെ കൽപ്പന എന്തായിരുന്നു? ഇബ്രാഹിമേ, നീ നിൻ്റെ ഭാര്യയെയും നിൻ്റെ മകനെയും നീ മക്ക മുക്കറമയിൽ കൊണ്ടയാക്കണമെന്നായിരുന്നു. ഇറാഖിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. സൗദി അറേബ്യയുടെ ബോർഡർ പങ്കിടുന്ന ഇറാഖ്, ആ ഇറാഖിൽ നിന്നും, ബാബിലോണിയയിൽ നിന്നും ഇറാഖിൽ നിന്നും നടന്ന് സൗദി അറേബ്യയിൽ ബോർഡർ കടന്ന് സൗദി അറേബ്യയിലെത്തി. സൗദി അറേബ്യയുടെയും ലോകത്തിൻ്റെയും ഹൃദയഭൂമിയായ കഅബ ഷരീഫിൽ വന്ന് ആ കഅബ ഷരീഫിൻ്റെ പരിസരത്ത് ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം അവിടെ താമസിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞു. അവിടെ കൊണ്ടയാക്കി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിപ്പിച്ച സ്ഥലത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്. ബിവാദിൻ, ഒരു താഴ്വരയിലാണ്. മലയുടെ ചുറ്റും, മലയാൽ ചുറ്റപ്പെട്ട മലയുടെ താഴ്വരയിൽ താമസിപ്പിച്ചു. ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു പച്ചില പോലും കാണാനില്ലാത്ത പ്രദേശം. വൈരുദീ സറഇൻ, ഒരു പച്ചില പോലും കാണാനില്ലാത്ത, ഒരു കൃഷി പോലുമില്ലാത്ത, ഒരു മരവോ ചെടിയോ ഇല്ലാത്ത ഊഷരഭൂമിയായ മണലാരുണ്യത്തിൻ്റെ നടുവിൽ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. ഇൻദ ബൈതിക്കൽ മുഹറം, നിൻ്റെ വിശുദ്ധമായ പരിശുദ്ധമായ കഅബത്തുള്ളാഹിയുടെ പരിസരത്ത് കൊണ്ട് താമസിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു പോകാൻ നേരത്ത് ചോദിച്ചു, ഇബ്രാഹിം നബിയെ ഭർത്താവിനോട് ചോദിച്ചു, ഹാജർ അലൈഹിസ്സലാം, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഒരു ചെറിയ ഈ കുഞ്ഞിനെയും എന്നെയും ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഞങ്ങളെ ആര് നോക്കും? ഞങ്ങൾക്ക് എന്താണ് കഴിക്കാൻ ഭക്ഷണം? ഞങ്ങൾക്ക് കുടിക്കാൻ എന്താണ് വെള്ളം? ഞങ്ങളെ ആരാണ് സംരക്ഷിക്കുന്നത്? ഞങ്ങൾക്കാരാണ് കൂട്ടിരിക്കുന്നത്? ഞങ്ങൾക്കാരാണ് അഭയമുള്ളത്? ഞങ്ങൾക്കാരാണ് ഒന്ന് വർത്താനം പറയാനെങ്കിലും കൂട്ടായിട്ട് ഇവിടെ ഉള്ളത്? ആരുമില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു.
അവസാനം ചോദിച്ചു, അല്ലാഹു അമറക്, അള്ളാഹു ആണോ ഇബ്രാഹിം നബിയെ അങ്ങയോട് കൽപ്പിച്ചത്? ഖാല നഅം, അള്ളാഹു തന്നെയാണ്. അപ്പോൾ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫഇദൻ ലാ യുളയ്യിഉനി, ഫഇദൻ ലാ യുളയ്യിഉനി, എങ്കിൽ അവൻ എന്നെ പാഴാക്കുകയില്ല. അല്ലാഹു അമറക്ക, അള്ളാഹു ആണോ അങ്ങയോട് ഇത് കൽപ്പിച്ചത്? ഖാല നഅം, അതെ അള്ളാഹു ആണ് കൽപ്പിച്ചത്. ഖാലത്ത്, അപ്പോൾ ഹാജർ അലൈഹിസ്സലാം പറഞ്ഞു, ഫഇദൻ ലാ യുളയ്യിഉനി, എങ്കിൽ അള്ളാഹു എന്നെ പാഴാക്കുകയില്ല. അള്ളാഹ് കൽപ്പിച്ചതാണെങ്കിൽ, അള്ളാഹു ആണ് പറഞ്ഞതെങ്കിൽ സാരമില്ല, എന്നെ റബ്ബ് നോക്കിക്കോളും എന്ന് ബഹുമാനപ്പെട്ട ഹാജർ അലൈഹിസ്സലാം അള്ളാഹു കൽപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെയാക്കി. ഇബ്രാഹിം നബിയോട് വീണ്ടും കൽപ്പിക്കുന്നു, ഇബ്രാഹിം നബിയെ നിങ്ങളവിടെ കഅബ പണിയണം, കഅബത്തുള്ള പണിയണം. അടിത്തറ മാത്രമുള്ള ആ തറയുടെ മുകളിൽ നിങ്ങൾ കഅബ ശരീഫിനെ പണിയണം. ആരും സഹായിക്കാനില്ല, ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ല, ഒരു ഹെൽപ്പർ പോലും ആ നാട്ടിലില്ല, മറ്റൊരാളെ കൂട്ടിന് കൂട്ടാനില്ല. തൊട്ടപ്പുറത്ത് കാണുന്ന ജബൽ കഅബയിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ വെട്ടി ഉരുട്ടി കൊണ്ടുവന്ന് കഅബ ഷരീഫിൻ്റെ ആ അസ്ഥിവാരത്തിൻ്റെ മേൽ കഅബയെ പണിയണം. വൈദ് ബൗവന ഇബ്രാഹിമ, ബഹുമാനപ്പെട്ട ഖുർആൻ ഷരീഫിൽ അള്ളാഹ് പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആ തറയുള്ള ഭാഗം കാണിച്ചു കൊടുത്തു, അതിനുമേൽ കെട്ടിടം പണിയാൻ. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു, വൈദ് ഇബ്രാഹിമുൽ ഖവാഇദു മിനൽ ബൈത്തി വ ഇസ്മാഈലു, ഇബ്രാഹിം നബിയും കൂടെ സഹായിക്കാൻ ചെറിയ പ്രായമുള്ള മകൻ ഇസ്മായിലിനെയും അള്ളാഹു തആലയുടെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ കഅബ ഷരീഫിനെ നിർമ്മിച്ചു. ആ കൽപ്പന അനുസരിച്ചു. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുവിടാൻ പറഞ്ഞു, കൊണ്ടുവിട്ടു. പിന്നീട് കഅബ നിർമ്മിക്കാൻ പോകാൻ പറഞ്ഞു, ചെന്ന് കഅബ നിർമ്മിച്ചു. അങ്ങനെ പിന്നീട് മൂന്നാമത്തെ കൽപ്പനയാണ് വരുന്നത്. സ്വന്തം മകനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ സ്വന്തം കൈകൊണ്ട് ബലിയറുക്കാനുള്ള കൽപ്പന വന്നു. ഒരു മനുഷ്യൻ ചരിത്രത്തിൽ തനിക്ക് ലഭിച്ച മുഴുവനത്തെയും അള്ളാഹുവിന് മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച ചരിത്രത്തിൻ്റെ ഇതിഹാസ പുരുഷനായി നാം കാണുന്നു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. ആ ഇബ്രാഹിം നബിയോട് ഇപ്രാവശ്യം അള്ളാഹു പറഞ്ഞത് എന്താണ്? കഅബ പണിയാനല്ല, ഭാര്യയും മകനെയും കൊണ്ട് ആക്കയിച്ച് വരാനല്ല, സ്വന്തം മകനെ സ്വന്തം കൈ കൊണ്ട് ബലിയറുക്കാനാണ് കൽപ്പിക്കുന്നത്. ഒരു മൃഗത്തെ ബലിയറുക്കാനല്ല. അത് എങ്ങനെയെങ്കിലും നിർവഹിക്കാം. ഇനി പോട്ടെ, സ്വന്തം മകനെ മറ്റൊരാളെ ഏൽപ്പിച്ച് അയാളെ കൊണ്ട് ബലിയർപ്പിക്കാനല്ല പറയുന്നത്. ആറ്റുനോറ്റുണ്ടായ സ്വന്തം മകൻ ഇസ്മായിലിനെ സ്വന്തം കൈകൊണ്ട് തന്നെ മുമ്പിൽ വെച്ച് നേർക്ക് നേരെ കഴുത്തറക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. ഫലമ്മാ ബലഗ മഅഹു സഅയ, നടക്കാനുള്ള പ്രായമൊക്കെ എത്തി വന്നപ്പോൾ ഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഇസ്മായിലിനോട് പറഞ്ഞു, യാ ബുനയ്യ, പ്രിയപ്പെട്ട മകനെ, ഇന്നി അറാ, തീർച്ചയാണ്, ഒരു സംശയമില്ലാത്തൊരു സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു. ഇന്നി അറാഫിൽ മനാം, ഒരു സംശയമില്ലാത്ത ഉറപ്പായൊരു സ്വപ്നം ഒരു വഹിയിൽ ഞാൻ കണ്ടിരിക്കുന്നു. അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറക്കുന്നതായിട്ട്, അഥവാ നിന്നെ അറക്കണമെന്ന് കൽപ്പന ഇതാ എനിക്ക് വന്നിരിക്കുന്നു. ഫൻദുർ മാദാ തറ, മോനെ നിൻ്റെ അഭിപ്രായം എന്താണ്? അടിച്ചേൽപ്പിക്കേണ്ടതിന് പകരം ഒരു വാപ്പ മകനോട് മുഷാവറ ചെയ്യുകയാണ്, മകനെ എന്താണ് വേണ്ടത്? ഫൻദുർ മാദാ തറ, നിൻ്റെ അഭിപ്രായം എന്താണ്? മകനോട് നേർക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഒരു കൂടിയാലോചനയുടെ സ്വഭാവത്തിലൂടെ ഒരു മൃദുലമായ ഭാഷയിൽ മകനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മകനെ ആ ആശയത്തിലേക്ക് കൊണ്ടുവരികയാണ്. മകൻ്റെ ഇബ്രാഹിം നബിയുടെ അലൈഹിസ്സലാമിയുടെ മകൻ പ്രിയപ്പെട്ട ഇസ്മായിൽ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുമെന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ട വാപ്പയുടെ മകൻ പ്രിയപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, എന്തോ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, ഞാൻ ഈ പരീക്ഷണത്തിൽ ക്ഷമയോടെ ഞാൻ മുന്നോട്ട് വരും. അങ്ങ് ഈ സ്വപ്നത്തെ നടപ്പാക്കുക, ഞാൻ സന്നദ്ധനാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ മടിയില്ലാതെ ഒരു തടസ്സവുമില്ലാതെ പ്രിയപ്പെട്ട മകൻ സമ്മതം പറയുന്ന ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബിയും ആ സ്വപ്ന യാഥാർത്ഥ്യത്തെ നടപ്പാക്കാൻ വേണ്ടി ഇതാ മുന്നോട്ട് പോയി. ഖുർആൻ പറയുന്നു, ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ, അനുസരിച്ചപ്പോൾ. എന്തിനെ അനുസരിച്ചു? അറുക്കണമെന്ന് ഇബ്രാഹിം നബിയോടും അതിന് വിധേയപ്പെടണമെന്ന് ഇസ്മായിൽ നബിയോടും നാം കൽപ്പിച്ചപ്പോൾ രണ്ടുപേരും അതിനെ അനുസരിച്ചു. വത്തല്ലഹു ലിൽ ജബീൻ, ഇബ്രാഹിം നബി അദ്ദേഹത്തെ കിടത്തി, പാർശ്വം ചെരിച്ച് അദ്ദേഹത്തെ കിടത്തി എന്ന് പറഞ്ഞാൽ നിലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ മകനെ അറക്കാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി സമർപ്പിക്കാൻ വേണ്ടി സന്നദ്ധമായപ്പോൾ അള്ളാഹുവിൻ്റെ വിളി വന്നു. വനാദൈനാഹു അയ്യ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ ഞാൻ വിളിച്ചു, ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ,
നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. സത്യസന്ധമായി നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ സമീപിച്ചിരിക്കുന്നു. ശരിക്കും ഒരു സത്യസന്ധമായി നിങ്ങൾ സമർപ്പിതനായിരിക്കുന്നു. ഇന്ന കദാലിക നസ്ജിൽ മുഹ്സിനീൻ, നല്ല മനുഷ്യർക്ക് ഞാൻ ഇങ്ങനെ പ്രതിഫലം നൽകും. ഇന്ന ഹാദാ ലഹുവൽ ബലാ ഉൽ മുബീൻ, ഇത് വലിയ പരീക്ഷണമായിരുന്നു. നിങ്ങളുടെ മകനെ അറക്കുക എന്നതല്ല, ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു. ഓ ഫദൈനാഹു ബിദ്ബിഹിൻ അലീം, ഒരാടിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ ആടിനെ ബലിയിറക്കാൻ പറയുകയും ഇബ്രാഹിം നബീനെയും ഇസ്മായിൽ നബീനെയും അള്ളാഹു ഒരു വലിയ കൊടിയ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ നാം കാണുന്നത് എന്താണ്? ചരിത്രത്തിൽ ഇതിഹാസ തുല്യനായ ഒരു വലിയ മനുഷ്യൻ തന്നെയും തനിക്ക് ലഭിച്ച സർവത്തിനെയും, അത് മകനാണെങ്കിൽ പോലും, അള്ളാഹു ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കും എന്ന ഉജ്ജ്വലമായ പ്രതിജ്ഞയെടുത്ത വലിയൊരു മനുഷ്യൻ്റെ മുമ്പിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് കഅബ പണിയാനും ഭാര്യയെയും മകനെയും കൊണ്ടയാക്കാനും പറഞ്ഞതെങ്കിൽ അതിനുശേഷം മകനെ ബലിയിറക്കാൻ പറഞ്ഞപ്പോൾ ആ ബലിയിറക്കാൻ പോലും സന്നദ്ധനായി വന്ന ഇബ്രാഹിം നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രണ്ട് മഹത്തായ പ്രതിഫലത്തെ അള്ളാഹു നൽകി. ഒന്ന്, അദ്ദേഹത്തെ ഖലീൽ എന്ന ഉജ്ജ്വലമായ ചരിത്രത്തിലെ അതുല്യമായ സ്ഥാനം നൽകി അള്ളാഹു തആല തിരഞ്ഞെടുത്തു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഹബീബ്. ആ ഹബീബ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് ഖലീൽ. അതുകൊണ്ടാണ് തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഉടനെ തങ്ങളുടെ ആലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ തൊട്ടുപുറമെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അവിടുത്തെ ആലിൻ്റെ മേലും നമ്മൾ സ്വലാത്തും സലാമും അഥവാ ബറക്കത്തും വബാരിക് അലാ സയ്യിദിനൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തനിക്ക് ലഭിച്ചത് അള്ളാഹു ചോദിച്ചപ്പോൾ കൊടുക്കാൻ തയ്യാറായി എന്ന ആ ആത്മാർത്ഥത കാണിച്ചപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തു. ഖുർആൻ പറഞ്ഞു, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബീനെ അള്ളാഹു ഖലീലാക്കി. എന്താ ഖലീലിൻ്റെ മഅന? അൽ ഖുല്ലത്തു ഹിയ അർഫഉ മഖാമാത്തിൽ മഹബ്ബത്തി. സാധാരണ ഒരു മഹബത്തല്ല, മഹബത്തിൻ്റെ ഉയർന്ന മഖാമിനാണ് ഖുല്ലത്ത് എന്ന് പറയുന്നത്. പ്രിയങ്കരനായ സ്നേഹിതൻ, ഖുല്ലത്ത്, ഖലീൽ, പ്രിയങ്കരനായ സ്നേഹിതൻ, ഉയർന്ന സ്നേഹിതൻ. അർഫഉ മഖാമാത്തിൽ മഹബ്ബത്തി, മഹബത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവി. ഒമാ ദാക്ക, അത് ലഭിച്ചില്ല ഇബ്രാഹിം നബിക്ക്. അതാണ് പോയിന്റ്. ഒമാ ദാക്ക, അത് ലഭിച്ചില്ല ഇല്ല ലിക്സറത്തി ത്വാഅത്തിഹി, അദ്ദേഹത്തിൻ്റെ അനുസരണത്തിൻ്റെ പേരിൽ അല്ലാതെ, ലി റബ്ബിഹി, റബ്ബിന് കസീറു ത്വാഅത്ത്, ഏറെ അനുസരണം കാണിച്ചത് കൊണ്ടല്ലാതെ ഈ ഖുല്ലത്ത് എന്ന പദവി അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്ന് പറയാൻ കാരണം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതൊക്കെ അനുസരിച്ചതുകൊണ്ടാണ്. അള്ളാഹ് ചോദിച്ചതൊക്കെ കൊടുക്കാൻ തയ്യാറായി. സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ സമർപ്പിച്ചു. മകനെ വേണമെന്ന് പറഞ്ഞു, മകനെ കൊടുക്കാൻ തയ്യാറായി. കഅബ പണിയണമെന്ന് പറഞ്ഞു, കഅബ പണിയാൻ തയ്യാറായി. ഭാര്യനെയും മകനെയും കൊണ്ടുവിടണമെന്ന് പറഞ്ഞു, കൊണ്ടുവിടാൻ തയ്യാറായി. ഈ ഉയർന്ന പദവി നൽകി അള്ളാഹു, ഖലീൽ എന്ന പദവി നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ചു. രണ്ടാമത്തത്, കൊടും പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അല്ലേ? ഇസ്മായിൽ നബീനെ അള്ളാഹു അറക്കാതെ രക്ഷപ്പെടുത്തി. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ വിഷയം ഇവിടം വരെ എത്തി. നമ്മൾ അള്ളാഹു നമ്മുടെ ഖാലിഖും മാലിക്കും ഒക്കെയാണ്. നമ്മൾ അടിമകളാണ്, അനുസരിക്കേണ്ടവരാണ്, അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ചരിത്രത്തിലെ ഇതിഹാസ പുരുഷനായി ഈ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അദ്ദേഹം എല്ലാം സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് പദവി അള്ളാഹു നൽകി. ഒന്ന്, ഖലീൽ എന്ന പദവിനെ നൽകി. രണ്ട്, അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന പദവി അള്ളാഹു നൽകി. അറക്കാൻ തയ്യാറായി ഇസ്മായിൽ നബി രക്ഷപ്പെടുത്തി. പകരം ആടിനെ കൊടുത്തു. ആടിനെ അർത്താ മതി എന്ന് പറഞ്ഞു. ഈ മഹത്തായ സംസ്കാരത്തിൻ്റെ തുടർ ചരിത്രമാണ്, തുടർ രേഖയാണ്, തുടർ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് ഇന്ന് നമ്മൾ അറക്കുന്ന ബലികർമ്മമായ ഉളുഹിയത്ത്. ഇന്ന് ആ ഇബ്രാഹിമി സുന്നത്തിൻ്റെ ആവർത്തനമായി നമ്മൾ ഉളുഹിയത്ത് അറക്കുമ്പോൾ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ലഭിച്ച ആ രണ്ട് ഗുണങ്ങളും, അതിൻ്റെ താഴ്ന്ന പടിയിലാണെങ്കിലും ശരി, ആ രണ്ട് ഗുണങ്ങളും നമുക്കും അള്ളാഹു നൽകുന്നുണ്ട്. ഏതാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമർപ്പണത്തിലൂടെ നൽകിയത്, അതിൻ്റെ ചരിത്രപരമായ ആവർത്തനമാണ് ഉളുഹിയത്ത്. ഇന്ന് നമ്മൾ ഉളുഹിയ കർമ്മം നിർവഹിക്കുമ്പോൾ ഇബ്രാഹിം നബി മകനെ അറക്കാനാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ നമ്മളോട് മകനെ അറക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. നമ്മളോടൊരു മൃഗത്തെ അറക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരാടിനെ അറക്കണം, അല്ലെങ്കിൽ ഒരു മാടിനെയോ മാടിൻ്റെ ഏഴിലൊന്നും അറക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹ് പറഞ്ഞത് മുഴുവൻ സമർപ്പിച്ചു റബ്ബിൻ്റെ മുമ്പിൽ. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖലീലായി ഉയർന്നെങ്കിൽ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നതിനെ നമ്മൾ സമർപ്പിച്ചാൽ നമുക്കും അള്ളാഹുവിനെ മുഖറബായി ഉയരാൻ കഴിയും.
നോക്കൂ, ഒന്നാമത്തെ 2 ഗുണങ്ങൾ ഉലഹിയത്തിലൂടെ ലഭിക്കും. ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനാകാൻ നമുക്കും കഴിയും. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദാവൂദ് ഉദ്ധരിച്ച, ഇബ്നു മാജ ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അല്ലാഹി, എന്താണ് മാ ഹാദിഹിൽ അല്ലാഹി, എന്താണ് ഈ അല്ലാഹിയുടെ ഈ ഉളുഹിയകളുടെ പൊരുൾ, എന്താണ് ഇതിൻ്റെ രഹസ്യം? ഖാല സുന്നത്തു അബീക്കും ഇബ്രാഹീം, നിങ്ങളുടെ പിതാമകനായ ഇബ്രാഹിം നബിയുടെ ചര്യയാണിത്. സുന്നത്തു അബീക്കും ഇബ്രാഹിം, അദ്ദേഹം തൻ്റെ മകനെ ബലിയിറക്കാൻ തയ്യാറായി. അള്ളാഹു പകരം ആടിനെ നൽകി. ആ ചര്യയെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്നും നിങ്ങൾ ഉളുഹിയ അറക്കുന്നത്. ഖാലൂ ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്, എങ്കിൽ ഞങ്ങൾ ആ കർമ്മം നിർവഹിച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത്? ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബികുല്ലി ഷഅറത്തിൻ ഹസന, ഓരോ രോമത്തിനും അള്ളാഹു കൂലി തരും. ഖാലു ഫസ്സൂഫു, അപ്പോൾ മറ്റേ ചെമ്പരിയാടിൻ്റെ ഇനങ്ങളിൽപ്പെട്ട സൂഫാണെങ്കിലോ? യാ റസൂലുള്ളാഹ് ഖാല ബികുല്ലി ഷഅറത്തി മിന സൂഫി ഹസന, ഏത് തരം ആടായിരുന്നാലും, സാധാരണ ആടായിരുന്നാലും, അതുപോലെ ഹദീസ് ഇത്രയും മതി, ബികുല്ലി ഷഅറത്തിൻ ഹസന വരെ മതിയാവും. ഓരോ രോമത്തിൻ്റെയും എണ്ണം കണക്കാക്കി അള്ളാഹു നിങ്ങൾക്ക് ഹസനത്ത് നൽകും. ഹസനത്ത് നൽകുമ്പോൾ ഹസനത്തിലൂടെ, നന്മയിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താൻ പറ്റും. മാത്രവുമല്ല, പാപമോചനത്തിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനാകാനും മുഖറബാകാനും നമുക്ക് കഴിയും. പാപമോചനത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവൻ ആകാൻ നമുക്ക് സാധിക്കും. ആദ്യം പറഞ്ഞത് നന്മ കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സമീപത്തിലേക്ക് എത്താൻ പറ്റും. 2, മഗ്ഫിറത്തിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന് 2 വഴിക്കാണ് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുക. 1, ഹസനത്തിലൂടെ അള്ളാഹുവിലേക്ക് എത്താം. 2, നാം ചെയ്ത തെറ്റുകുറ്റങ്ങളെ അള്ളാഹു പുറത്തു തരുമ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ദറജാത്തുകൾ ഉയരുന്നു. അപ്പോൾ ഹസനത്തിലൂടെയും അള്ളാഹുവിലേക്ക് എത്താൻ പറ്റും, മഗ്ഫിറത്തിലൂടെയും അള്ളാഹുവിലേക്ക് എത്താൻ പറ്റും. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമ ഖൂമി, നീ എഴുന്നേൽക്കുക, ഫഷ്ഹദി, നീ സാക്ഷ്യം വഹിക്കുക, ഉളുഹിയതകി, നിൻ്റെ ഉളുഹിയത്തിന് നീ സാക്ഷ്യം വഹിക്കണം. ഫാത്തിമ ബീവിക്ക് ഒരു ഉളുഹിയ മൃഗമുണ്ടായിരുന്നു. ഫാത്തിമ ആ ഉളുഹിയത്തിനെ അറക്കാൻ നേരത്ത് കാണാവുന്ന തലത്തിൽ, ഭർത്താവാണല്ലോ അറക്കുക സ്വാഭാവികമായും, അപ്പം നീ അതിന് സന്നിഹിതയാകണം. അത് അറക്കുന്നിടത്തിൽ നീ പോയി നിൽക്കണം. അത് അറക്കാൻ നീയും സന്നിഹിതയാണ്. അതായത് ഫിഖ്ഹിൻ്റെ ഹലാൽ ഹറാമുകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് നിൻ്റെ ഉളുഹിയ മൃഗത്തെ നീ അറക്കണം എന്ന്, അല്ല, അറക്കുന്നിടത്തിൽ നീ സാക്ഷിയാകണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്നഹു, എന്തുകൊണ്ട്? ഫഇന്നഹു യുഗ്ഫറു ലക്കി, നിനക്ക് പൊറുക്കപ്പെടും. ബി അവ്വലി ഖത്രത്തിൻ തഖ്തുറു മിൻ ദമിഹാ, അതിൻ്റെ ആദ്യത്തെ തുള്ളി ഭൂമിയിൽ വീഴുമ്പോൾ, കുല്ലു ദംബിൻ അമിൽതീഹി, നീ പ്രവർത്തിച്ച, യുഗ്ഫറു പൊറുക്കപ്പെടും, കുല്ലു ദംബിൻ എല്ലാ പാപത്തെയും, അമിൽതീഹി നീ പ്രവർത്തിച്ചു പോയ, നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം അള്ളാഹ് പുറത്തു തരും. ഇവിടെ 2 ആശയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 1, നന്മയിലൂടെ അള്ളാഹുലേക്ക് എത്താം. ഓരോ രോമത്തിനും നന്മയുണ്ട്. ഓരോ രോമത്തിൻ്റെ എണ്ണം കണക്കാക്കി നന്മ ലഭിക്കും. അതിലൂടെ അള്ളാഹുവിൻ്റെ മുഖറബാകാം. 2, മഗ്ഫിറത്തിലൂടെ അള്ളാഹുവിൻ്റെ മുഖറബാകാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉളുഹിയ എന്ന മഹത്തായ കർമ്മത്തിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖലീലായെങ്കിൽ, ഈ ഉളുഹിയ എന്ന കർമ്മത്തിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബാകാനും മഗ്ഫൂറാകാനും ഹസനത്ത് ലഭിക്കുന്നവരാകാനും സാധിക്കുമെന്നാണ്. 2, ഉളുഹിയത്ത് വഴി നമുക്ക് മഹത്തായ ബലാ മുസീബത്തുകളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുകയും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ തൊഴിലിൽ, നമ്മുടെ വരുമാനങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പൊതുപ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ബലാകളോ മുസീബത്തുകളോ അള്ളാഹു തആല വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബലാ മുസീബത്തുകളെ തട്ടിമാറ്റപ്പെടാനും ആ ബലാ മുസീബത്തുകളെയൊക്കെ ഒഴിവാക്കപ്പെടാനും ഈ മഹത്തായ സ്വദഖ, ഉളുഹിയ എന്ന ഉജ്ജ്വലമായ ഉന്നതമായ ഈ അമല് നമുക്ക് കാരണമായി തീരും. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആ ഉളുഹിയത്ത് വഴി പരീക്ഷണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തിയോ അതേ വഴി പരീക്ഷണങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സനാഇഉൽ മഅറൂഫി, ഏത് നല്ല കാര്യവും, സനായുൽ മഅറൂഫ് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, സുന്നത്ത് സനായുൽ മഅറൂഫ് നല്ല കാര്യങ്ങൾ, തഖി അത് കാത്തു സൂക്ഷിക്കും, തഖി അത് സംരക്ഷിക്കും, അത് പ്രൊട്ടക്റ്റ് ചെയ്യും. സനായുൽ മഅറൂഫ് നല്ല കാര്യങ്ങൾ, തഖി മനസ്സിലല്ലേ, തഖി അത് സൂക്ഷിക്കും, നമ്മളെ രക്ഷിക്കും. മസാരി അസൂഇ മോശമായ മരണത്തെ തൊട്ട് രക്ഷിക്കും. മസ്ര വീഴുക, നിലത്തി വീഴുക. മസാരി അസു മോശമായ വീഴ്ചയെ തൊട്ട് അഥവാ മോശമായ മരണത്തെ തൊട്ട് ഈ നന്മകൾ, സനാഇഉൽ മഅറൂഫ് നല്ല കാര്യങ്ങൾ നമ്മളെ രക്ഷിക്കും. വൽ ആഫാത്തി ആപത്തുകളെയും അത് രക്ഷിക്കും. വൽ ഹലക്കാത്ത് നാശങ്ങൾ, ഏതെങ്കിലും ഹലാക്കുകളോ
ഏതെങ്കിലും ആപത്തുകളോ മോശമായ മരണങ്ങളോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോശമായ മരണങ്ങളെയും ആപത്തുകളെയും ബലാ മുസീബത്തുകളെയും ഹലാക്കുകളെയും എല്ലാം നമ്മളെ തൊട്ട് തട്ടപ്പെടാനും നമുക്ക് സുരക്ഷിതത്വം ലഭിക്കാനും സനായുൽ മഅറൂഫ് നന്മയുടെ പ്രവർത്തനങ്ങൾ നല്ല അമലുകൾ കാരണമാകുമെന്നാണെങ്കിൽ ഉജ്ജ്വലമായ മഹത്തായ ഉളുഹിയത്ത് വഴി ഈ നന്മകൾ നമുക്ക് ലഭിക്കും. വാഹുലുൽ മഅറൂഫി ബിദ്ദുനിയ, ദുനിയാവിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാർ അഥവാ മഅറൂഫിൻ്റെ ആളുകൾ, നന്മയുടെ ആളുകൾ, ഹും അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ, അവർ ആഖിറത്തിലും നല്ല മനുഷ്യരായി അറിയപ്പെടും. അതുകൊണ്ട് ഈ മഹത്തായ അമലിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹസനത്തും മഗ്ഫിറത്തും ലഭിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബാകാൻ സാധിക്കുന്നു. 2 ബലാ മുസീബത്തുകളെ തൊട്ട് തട്ടപ്പെടുന്നു. മൂന്നാമത്തേത് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും ആ അനുഗ്രഹങ്ങൾ വർദ്ധിച്ച് കിട്ടാനും ഈ മഹത്തായ അമൽ കാരണമാകും. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നാ അഅതൈനാക്കൽ കൗസർ, നബിയെ തങ്ങൾക്ക് ഞാൻ കൗസറിനെ തന്നു. കൗസറിന് 2 തഫ്സീറുണ്ട്. ഒന്ന് ഹൗദുൽ കൗസർ തന്നു എന്നാണ്, രണ്ടാമത്തത് അനേകം അനുഗ്രഹങ്ങൾ തന്നു എന്നാണ്. ഒരായത്തിന് 2 തഫ്സീർ വന്നാൽ 2 മഅനയും ഒരേപോലെ സ്വീകാര്യമാണ്. അപ്പോൾ ഇന്നാ അഅതൈനാക്കൽ കൗസർ, നബിയെ തങ്ങൾക്ക് ഞാൻ ഹൗദുൽ കൗസറും അനേകം അനുഗ്രഹങ്ങളും തങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. കണ്ടോ, ഹുവ ഹൗലുഹു തരിദു അലൈഹി ഉമ്മത്തുഹു, ഉമ്മത്ത് വരുന്ന ഹൗദുൽ കൗസർ, വൽ കൗസറു അൽ ഖൈറുൽ കസീർ, അനേകം നന്മകൾ, ഖൈറുകൾ. അതേതൊക്കെയാണ് നിബിധങ്ങൾക്ക് ലഭിച്ച ഖൈർ? നുബുവത്ത് കിട്ടി, ഖുർആൻ കിട്ടി, ഷഫാഅത്ത് എന്ന പദവി നിബിധങ്ങൾക്ക് കൊടുത്തു. ഇതുപോലെ ഖാത്തിമുൻ നബി എന്ന എത്രയോ പദവികൾ നിബിധങ്ങൾക്ക് നൽകി. ഈ ഉയർന്ന പദവികൾ മുഴുവനും നബിയെ തങ്ങൾക്ക് അള്ളാഹു നൽകിയില്ലേ? അതിന് നന്ദി എന്ന നിലയ്ക്ക് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് നബിയെ തങ്ങൾ സ്വലാത്ത് നിർവഹിക്കണം, നെഹർ നിർവഹിക്കണം. ഇവിടുത്തെ സ്വലാത്ത് ബലിപെരുന്നാളാണെന്നും ഇവിടുത്തെ നെഹർ ഉളുഹിയ അറക്കലാണെന്നും ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ബഹുമാനപ്പെട്ട ഇമാം തബരി ഉൾപ്പെടെയുള്ള പല എല്ലാ തഫ്സീറിൻ്റെ കിതാബുകളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്ന് കിട്ടാൻ, ശുക്രൻ്റെ വഴിയിൽ നിന്ന് കിട്ടാൻ, ലഭിച്ച അനുഗ്രഹങ്ങൾ നിന്ന് കിട്ടാൻ, നിലനിന്ന് കിട്ടാൻ വേണ്ടി നബിയെ തങ്ങളതിന് നന്ദിയായിട്ട് ബലിപെരുന്നാൾ നമസ്കാരവും ഉളുഹിയായി നിർവഹിക്കണമെന്ന് പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിന്ന് കിട്ടാൻ ഇത് ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യമാണ്. ഇത്രയേറെ ഗൗരവമായി കൽപ്പിച്ചതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിൽ ജീവിച്ച കാലഘട്ടങ്ങളിലെല്ലാം നബി തങ്ങൾ ഉളുഹിയ അറുത്തിരുന്നു. ദാരിദ്ര്യമായിരുന്നു മദീനയിൽ. പലപ്പോഴും ഭക്ഷണത്തിന് തന്നെ വിഷമിക്കുന്ന കാലമുണ്ടായിരുന്നു. 2 മാസത്തോളം നബി തങ്ങളുടെ അടുപ്പ് പോലും പുകഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഉളുഹിയത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കിയിട്ടില്ല. ഇബ്നു ഉമർ പറയുന്നു, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന 10 സിനീൻ, 10 വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചു. ലാ യദഉൽ അൽഹ, ഉളുഹിയനെ മുടക്കിയിരുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഉളുഹിയത്ത് എന്ന് പറയുന്നത് അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും ഉള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് ഏറ്റവും സഹായകമായ ശുക്റിൻ്റെ നന്ദിയുടെ വഴിയായി ബഹുമാനപ്പെട്ട ഖുർആൻ ഷരീഫ് നമ്മെ പഠിപ്പിക്കുന്നു, നിബിധങ്ങളോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഉളുഹിയ എന്ന മഹത്തായ കർമ്മത്തെ നമ്മൾ അറക്കുകയും നേരത്തെ കാലത്തെ തന്നെ ഉളുഹിയയെ വാങ്ങുകയും മൃഗത്തെ വാങ്ങുകയും സംരക്ഷിക്കുകയും ചെയ്യണം. കുറ്റമറ്റതാകണം. അതിൻ്റെ അത്യാവശ്യ കർമ്മശാസ്ത്ര നിയമങ്ങൾ സമയം പോലെ പറയാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രസംഗം വരുന്നത് ഇങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവാണ്. അള്ളാഹു നമ്മുടെ ഉടമസ്ഥനാണ്. അള്ളാഹുവാണ് നമ്മുടെ ഖാലിഖ്, നമ്മുടെ മാലിക്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച സർവ്വതും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം നമ്മെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. നമുക്കിന്ന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും തരുന്നവൻ അള്ളാഹുവാണ്. ഈ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ മുമ്പിൽ അവൻ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാനും തരാൻ പറഞ്ഞാൽ തരാനും ചോദിച്ചാൽ നൽകാനും ഒക്കെ നാം ബാധ്യസ്ഥരാണ്. ഇന്നി വജ്ജഹത്തു വജ്ഹി ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ, ഇത് ഖുർആനിൻ്റെ ആശയമാണ്. അതാണ് വജ്ജഹത്തിലൂടെ നമ്മൾ ഓതുന്നത്. ഈ ദൈവിക സമർപ്പണത്തിൻ്റെ, അവിടെ നിന്നാണ് വിഷയത്തിലേക്ക് മാറുന്നത്. ഈ ദൈവിക സമർപ്പണത്തിൻ്റെ ഇതിഹാസ പുരുഷനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവിടെ 3 ചരിത്രം ചുരുക്കി പറയാം. 1, ഭാര്യയെയും മകനെയും മക്കത്ത് കൊണ്ടേ ആക്കാൻ പറഞ്ഞത്. 2, കഅബ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞത്. 3, ബലിയർക്കാൻ പറഞ്ഞത്. ഇത് മുഴുവനും ഇബ്രാഹിം അലൈഹി സ്വലാം പൂർത്തിയാക്കി. അങ്ങനെ പൂർത്തിയാക്കിയപ്പോൾ വത്തഖറല്ലാഹു ഇബ്രാഹിമ ഖലീല, 2 മഹത്വങ്ങൾ. 1, ഖലീൽ എന്ന ഉയർന്ന പദവി അള്ളാഹു നൽകി. 2, ബലാ മുസീബത്തുകളെ തൊട്ട് അള്ളാഹു തആല എന്ത് ചെയ്തു? വകദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന്, ഫദൈനാഹു ബിദിബ്ഹിൻ അളീം വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അള്ളാഹു വലിയ പരീക്ഷണത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷിച്ചു. ഇബ്രാഹിം നബിയുടെ മഹത്തായ ആ സുന്നത്താണ് ഇന്ന് ഉളുഹിയത്തിലൂടെ നമ്മൾ പൂർത്തിയാക്കുന്നത്. ഇബ്രാഹിം നബിനെ മകനെ ബലിയറക്കാൻ പറഞ്ഞെങ്കിൽ നമ്മളോട് ഒരു ആടിനെയോ മാടിനെയോ
ബലിയർക്കാനാണ് പറയുന്നത്. ഇബ്രാഹിം നബിക്ക് ലഭിച്ച ആ മഹത്വങ്ങൾ നമുക്കും ലഭിക്കും. അഥവാ ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രിയങ്കരനായ ഹസനാത്തിലൂടെ മഗ്ഫിറത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രിയങ്കരനാകാൻ പറ്റും. രണ്ട്, ബലാമുസീബത്തുകളെ ഉയർത്തപ്പെടാൻ കാരണമാകും. മൂന്ന്, അള്ളാഹു നൽകിയ നിഅമത്തുകൾ നിലനിൽക്കാൻ കാരണമാകും. അതുകൊണ്ട് ഈ അമലിലേക്ക് എല്ലാവരും ആവേശപൂർവ്വം മുന്നോട്ട് വരണമെന്നും ഇതിനെ കുറ്റമറ്റ മൃഗങ്ങളെ വാങ്ങി വളർത്തുകയോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുകയോ ചെയ്തുകൊണ്ട് ഉളഹിയ എന്ന മഹത്തായ കർമ്മത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുവാനും അള്ളാഹുവിന് വേണ്ടി നൽകുവാനും നാം സന്നദ്ധനായി മുന്നോട്ട് വരണം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.